യെസ്, അങ്ങനെ ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ ആദ്യം ഒരു അപകട വാർത്തയിലേക്കാണ്. അത് തൃശൂർ കൈപ്പറമ്പിലാണ്. ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പുറ്റക്കരയിൽ ഇന്ന് പുലർച്ചെ 5:30 അപകടമുണ്ടായത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ബസ് റോഡിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം 1 മണിക്കൂർ സ്തംഭിച്ചിരുന്നു. നടരാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നടരാജ്, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബസ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. എത്ര പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്? ഇവരുടെ നില എങ്ങനെയാണ് ഇത്തരമൊരു അപകടം അവിടെ നടന്നത്? നടരാജ്, ജിൻസി, തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലാണ് ബസ് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് മറിഞ്ഞത്. രാവിലെ കൈപ്പറമ്പ് പുറ്റേക്കര എന്ന സ്ഥലത്താണ് ഏതാണ്ട് 5:30 മണിയോടുകൂടെ അപകടം ഉണ്ടാവുന്നത്. അപകടത്തിൽ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നു, നിറയെ പേരുണ്ടായിരുന്നു. ഇതിൽ 10ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. മരത്തിൽ നേരെ വന്ന കാറിലിടിച്ച് അതിനുശേഷം മരത്തിലും ഇടിച്ച ശേഷം റോഡിൽ ബസ് മറിയുകയായിരുന്നു. നടു റോഡിൽ ബസ് മറിഞ്ഞതിനെ തുടർന്ന് ആ ഭാഗത്തുള്ള ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചു. അല്പസമയം മുമ്പ് ക്രെയിൻ എത്തിച്ചാണ് ബസ്സിനെ റോഡിൽ നിന്നും മാറ്റിയത്. അപകടം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഉടൻ നടത്താനായി എന്നുള്ളത് ആശ്വാസമാണ്. നാട്ടുകാരൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിലും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില മാത്രം അല്പം ആശങ്കയുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പരിക്ക് സാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു. ജീസസ് എന്ന ബസ്സാണ് മറിഞ്ഞത്. എതിരെ വന്ന കാറിൽ ഇടിച്ച ശേഷം അടുത്തുള്ള മരത്തിലും ഇടിച്ചു എന്നാണ് ദൃക്സാക്ഷികളും മറ്റും പറയുന്നത്. എന്തായാലും ബസ് റോഡിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 5:30 വളരെ ദുഃഖകരമായ ഒരു അപകടം ഉണ്ടായത്.